ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ക്യാമ്പിങ്ങിനാണ്. യെസ്, ഞങ്ങൾ 4 പേരും റിക്കറ്റ്സ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്കിൽ ഞങ്ങൾ ക്യാമ്പിങ്ങിന് വന്നേക്കുന്നത്. ഞങ്ങളുടെ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്ത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അവൻ പിക്നിക് എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഈ പച്ചൻ ഇരിക്കണേ. അപ്പോൾ ക്യാമ്പിങ്ങിന്റെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് എത്തിയേക്കണത്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് ചെല്ലാം. യെസ്, അങ്ങനെ ഞങ്ങള് വന്ന് ഇറങ്ങി. ഈ പച്ച തണുക്കുണ്ടോടാ? ഞങ്ങൾ ഡിക്കി കാണണ്ട. യെസ്, നല്ല തണുപ്പ്. അതിന് നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ വെക്കണത്. കാര്യം ഓഗസ്റ്റ് ആണെങ്കിൽ എന്താ തണുപ്പ്. ഇതിനകത്ത് കാടിനകമായതുകൊണ്ടായിരിക്കും അല്ലേ? കാടിനകമായതുകൊണ്ടാണ് തണുപ്പ്. നോക്ക്, ആശ്രയിച്ച് അടുത്തടുത്തൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒട്ടും ഉണ്ടായില്ല ആൾക്കാര്. പ്രാവശ്യം ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ടെന്റിന്റെ പണി തുടങ്ങാം. എവിടെയാ വെക്കണ്ടേ? അവിടെയാണ് നമ്മുടെ ടേബിളും നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ ഏരിയയും. അപ്പൊ അതിനോട് ഇങ്ങോട്ട് അടുത്ത് ഇവിടെ എല്ലാം വെക്കാം. അടുപ്പിന് ചോറ് വെച്ചിട്ടുള്ള ശീല. അന്നൊക്കെ എന്തോ ഒരു വിറക് കത്തിച്ചേക്കണു. അത് ഈ വുഡിലേക്ക് നന്നായിട്ട് ഇവിടെ നിൽപ്പണ്ടായിരുന്നു ആള്. വുഡിലേക്കൊക്കെ നന്നായിട്ട് ചൂട് കയറിയാലാണ്. അപ്പൊ ഓരോ പേപ്പർ തീരുന്നതിന് മുന്നേ നമ്മള് അടുത്ത പേപ്പർ കയറ്റി കൊടുക്കണം. ഇത് കത്തണം. ഈ വുഡൊക്കെ നന്നായിട്ട് കത്തി വരുമ്പോഴാണ് പിന്നെ മാഷുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കത്തുന്നുണ്ടോ? കത്തുണ്ട്. അങ്ങനെ കത്തി അങ്ങ് കത്തിയില്ല. വുഡിലൊക്കെ ആ തീയൊക്കെ അങ്ങ് സെറ്റാക്കാറുണ്ട്. ക്യാമ്പ് ഫയർ എല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ബെയർ വന്നു. അപ്പം അത് കാരണം എല്ലാവരും കാറിനകത്തും ഒക്കെ ടെൻറ്റിനകത്തൊക്കെ ആയിട്ട് കയറിയിരിക്കുക. ബെയറൊന്ന് ഓടിച്ചു വിടുക എല്ലാവരും സൗണ്ട് ഉണ്ടാക്കി. മാത്തച്ച എന്നെ നോക്കണേ? ബെയറുണ്ടോന്നോ നോക്കണേ? ഈ പച്ച ഒന്നും ഉണ്ടാവില്ലെന്ന്. വീടിനകത്തെ ടെന്റിനകത്തെ ലൈറ്റ് സെറ്റ് ആക്കുക. പുറത്ത് ബെയർ വന്നേക്കണ എല്ലാവരും അകത്ത് കയറിയേക്കാന്നെ. പുറത്ത് ഭയങ്കര കൺഫ്യൂഷനാ. ബെയർ എവിടെയാ? അപ്പൊ ഈ പച്ചൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയി അല്ലേ? ഈ പച്ച പേടിയാണോ ഈ പച്ചന്? നോക്കി പേടിയായോപ്പാ? ഓക്കെ, ഈ അറ്റത്ത് പിടിച്ച ഈ പച്ചൻ പേടി. അങ്ങോട്ട് നീങ്ങിപ്പൊക്കി. അപ്പൊ പതുക്കെ നീങ്ങിപ്പൊക്കി. നമുക്ക് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ലൈറ്റ് ഇടണം. ഞങ്ങള് ജുറാസിക് പാർക്ക് കണ്ടിരിക്കുക. അതെ, കാട്ടിരുന്നോണ്ട്. എന്നാ ഫുഡ് വേണം? യെസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സെഷനാണ്. ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ ഹോഗി വാങ്ങിച്ചു. ഇപ്പൊ ഇതാ കഴിച്ചു. മാത്തച്ഛൻ ഫുഡ് കഴിച്ച് ഡയപ്പറൊക്കെ മാറ്റി മിടുക്കനായിട്ട് അമ്മ എടുത്തു തരാം. മിടുക്കനായിട്ട് മാത്തച്ഛൻ എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞു കിടക്കാൻ റെഡിയാ. ഇനി ഞങ്ങൾ സിനിമ കാണുന്ന സെഷനാ. അപ്പയും അമ്മയും ചേട്ടയും കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ടെന്റിൽ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് കണ്ട. മാത്തച്ഛനിന്ന് കാണുന്നു. നോക്കി, ഇത് ചിരിച്ചുകൊണ്ട് കാണുന്നു.
പുള്ളിക്ക് എന്ത് മനസ്സിലായിട്ടിരുന്ന് ചിരിച്ചുകൊണ്ട് കാണുന്ന തമ്പുരാൻ അറിയാം. അപ്പൊ ഞങ്ങള് യെസ്, അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ കേട്ടോ. അപ്പേനെ നോക്കി ഒന്ന് ചിരിച്ചൊരു ഹായ് കാണിച്ചേ. അവിടെ അല്ല അപ്പ ചേട്ടാണ് ഇങ്ങനെ വിളിച്ചത്. ചാരി ഇരിക്കണ നോക്കിയേ. വാ ഈപ്പച്ചന്റെ വാ ഒരുമാതിരി കിളിക്കുഞ്ഞിന്റെ വാ കാണിച്ചു കൊടുത്ത് വാ കാണിച്ചു. ഉള്ള മിഠായി മൊത്തിരുന്ന് കഴിച്ചിട്ട് നൂന ഇങ്ങോട്ട് നോക്കിയേ. നൂന ശരിക്കും അണ്ണനെ പോലെ ഉണ്ട്. ദേവി കണ്ടാ പേടിച്ചു പോകും. നമ്മുടെ അപ്പയാ ചുമ്മാ പ്രേതല്ല. അതിന് നണ്ണെന്ന് പറഞ്ഞ പ്രേതാന്ന് ആരാ പറഞ്ഞേ? അമ്മ നണ്ണെന്നല്ലേ പറഞ്ഞ, പ്രേതം പറഞ്ഞില്ലല്ലോ. അല്ലേ മാത്തച്ച? അല്ലേ മാത്തച്ച? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാത്തച്ച. മാത്തച്ച സുഖമായിട്ട് ഉറങ്ങിയോ അപ്പാ? സുഖമായിട്ട് ഉറങ്ങിയോ? മാത്തച്ച നേരത്തെ എണീറ്റതാ. രാത്രി ബേർ വന്നല്ലോ ഇപ്പൊ അറിഞ്ഞാ? രാത്രി ബേർ വന്ന് ഇവിടേക്ക് സ്നിഫ് ചെയ്തിട്ട് പോയി. ഞാൻ എണീറ്റ് ഫ്രഷ് ഒക്കെ ആവാം. നമുക്ക് ഇന്നലെ മാഷ്മെല്ലോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്നിനി എല്ലാം തുടങ്ങണം. മാത്തച്ച സ്റ്റാർട്ട് ചെയ്യാം. തലയിരിക്കണ നോക്കി. അതെ, ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. പിടിച്ചോ. ഇനി നമ്മുടെ മാത്തച്ഛന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇത് ആക്ച്വലി ഭയങ്കര കൺവീനിയന്റ് ആട്ടോ. ആ പാല് നമുക്ക് ആക്ച്വലി ഫ്രിഡ്ജിൽ വെക്കണ്ട, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച. അപ്പൊ ആ സാധനം മേടിച്ച കാരണം സുഖമായിട്ട് ഇതാ കോൺഫ്ലെക്സ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റി. മാത്തച്ഛന് നമ്മുടെ പൗച്ച്. യെസ്, ഇതാണ് ഞങ്ങളുടെ പിള്ളേരുടെ ടു ഗോ ഫുഡുകൾ. എത്ര മനോഹരമായി ശാന്ത സുന്ദരമായി. അത്ര ശാന്ത സുന്ദരമല്ല, കാരണം കുറച്ച് ഇന്ത്യൻസ് ഇവിടെ, നമ്മൾ ഇന്ത്യൻസ് ആണ് അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് അവിടെ വന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇച്ചിരി പീസ് പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ. പിടിച്ചോ. രാവിലെ തന്നെ ചൂട് കഴിയാൻ വേണ്ടി നമ്മള് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് റെഡിയാക്കുക. രാത്രി നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തെങ്കിലും നമ്മൾ വേറെ വന്ന് പണി തന്നില്ലേ. അപ്പൊ വേറെ വന്നാലും നമുക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നോക്കപ്പോ. ഒരാൾ ആദ്യം ഒരു ട്രയാങ്കിൾ വെച്ചത് കാരണം ആ ട്രയാങ്കിൾ മാറ്റ്. അതിനാണ് സ്റ്റാർട്ട്. ഞങ്ങള് ക്യാമ്പ് ഫയർ സെറ്റ് ആയി. പൊട്ടിക്കട പാടാണ്. ഞാൻ അതിന് വലിയ എക്സ്പേർട്ട് അല്ല. ഞാൻ പൊട്ടിച്ചോ. എനിക്ക് വേണ്ട ഇത്. വേണ്ടേ? എന്തൊക്കെ വേണ്ട? കൊച്ചിട്ട് എടുത്ത് വെക്കണ്ട. എവിടെ പോയിന്നോ? അല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിക്കാം. യെസ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രെഡ് ഓംലെറ്റാ ഉദ്ദേശിച്ചേക്കണേ. വരുമോന്ന് അറിയില്ലാത്ത നമ്മള് മുട്ട പൊട്ടിച്ചതിന്റെ സന്തോഷം അപ്പുറത്തുള്ളവർക്കാ ആസ്വദിക്കുക. ഉപ്പ് മറ്റേ സിനിമയ്ക്കകത്ത് മയത്തിലൊക്കെ ഉപ്പാട്.
ഡബിൾ ഡെക്ക് ആയോ? എന്തായിരുന്നു വേണ്ടത്? ആ അതെ. നിങ്ങൾക്ക് എന്ത് വേണം? ഏതായാലും സ്ക്രാമ്പിൾ ചെയ്തിട്ട് അനക്കാണ്ട് വെച്ചാൽ ലെയർ ആയിക്കോളും. ബ്രെഡ് ഓംലെറ്റ് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. അടുപ്പത്തിരുന്ന് കത്തിക്കൊണ്ടിരിക്കുക, അടുപ്പത്തിരുന്ന് കുക്ക് ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്ത് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിൽ ഇതാ ക്യാമ്പ് ഫയർ ഉള്ളത് കാരണം ഉണ്ടോ നല്ല സുഖം. കാരണം എന്ന് വെച്ചാൽ തണുപ്പുള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് കാരണം നമ്മളെടുത്തേക്കാൻ ടെൻ്റാണ് ഇച്ചിരി ഷെയ്ഡും കൂടി, ഇച്ചിരി നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി വെയിൽ കിട്ടും, എന്നാലും കൂടുതൽ ഷെയ്ഡാണ്. അപ്പോൾ അത് തന്നെ ബാക്കിൽ ഇതാ ക്യാമ്പ് ഫയർ കത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം പിള്ളേർ പൊറിക്കട്ടയുടെ അതിൽ കൂടെ കൂടി കിടക്കുന്നത്. മാപ്പച്ചാ തീ അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ. ഇതാ നമ്മുടെ സ്മോർട്സ് ഇഷ്ടമായോ? ബാക്കിൽ ആക്ഷൻ നല്ലൊരു എന്താ കായലോ എന്താ ഇന്ന് പറയണേ, ലേക്കോ? ആ അതുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്ച്വലി സ്ഥലം കേട്ടോ. സ്ഥലം ഭയങ്കര രസമാണ് കാണാൻ. ഇതുണ്ടോ ഈ കാടിന്റെ നടുക്ക് ഞങ്ങളുടെ ഈ ടെന്റ്. ആ ടെന്റിന്റെ ഇവിടെ ഞങ്ങൾ കുക്ക് ചെയ്ത് കൊടുത്ത ടേബിള്. ഇതാ നൂനുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ്, എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ ഇരുന്ന് ചൂട് കാഞ്ഞ് സ്മോർസ് കത്തിച്ച് കഴിച്ച് എൻജോയ് ചെയ്യണ ഈപ്പച്ചൻ. ഈ കളറായിരിക്കണം സ്മോറിന്. മാഷ്മെല്ലോ അവസാനം ഒരു ഇത് കണ്ട, മാഷ്മെല്ലോയുടെ കളർ കണ്ട. വേണ്ട. എന്നിട്ട് ഈ ചോക്ലേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഇതും സോറി എന്റെ കയ്യിൽ ക്യാമറ ഇരിക്കണാലും എനിക്കോട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടാക്കിയ സ്മോറിന്റെ ഫോട്ടോ അത്. കാരണം മധുരം കഴിക്കുമ്പോ നമുക്ക് സോസേജ് കഴിക്കാൻ തോന്നും. ഓൾറെഡി കുക്ക്ഡ് സോസേജ് ആയതാണ്, നമുക്ക് ചൂടാക്കി കഴിച്ചാൽ മതി. ടെന്റിന്റെ അകം കാണിക്കായിരുന്നു. നല്ല സ്പേഷ്യസ് ടെന്റാല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങളുടെ സോഴ്സ് ഓഫ് ലൈറ്റ്. പകല് നോക്കുമ്പോഴേക്കും അതിന് ഒട്ടും വെളിച്ചമില്ല കേട്ടോ, അല്ലേ? പക്ഷെ ആക്ച്വലി നല്ല ഇതായിരുന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, കൺവീനിയന്റ് ആണ്. ഇതാ ഒരു സൈഡ് ഫുൾ ഞങ്ങളുടെ സാധനങ്ങൾ, പെട്ടി, പാത്രം, ഇത് ഫുഡ് കൊണ്ടുവന്ന ബോക്സ്, ഡ്രസ്സ്, മാത്തച്ഛന്റെ ബാഗ്. ആ കോർണറിൽ ഈപ്പച്ചന്റെ സാധനങ്ങൾ, ടോയ്സ്, ഞങ്ങൾ മൂവി കണ്ട സ്ഥലം. ആക്ച്വലി ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു കേട്ടോ. ഇതിനകം ഞങ്ങൾ 6 പീപ്പിളുടെ ഇതെടുത്തത്, 6 പീപ്പിൾ ടെന്റാ വാങ്ങിച്ചേക്കണത്.
ജസ്റ്റ് നോക്കി നോക്കി പോ. എന്ത് ഭംഗിയാണ് ഈ സ്ഥലം ഓർക്കുണ്ടോ അപ്പ? ഈ മരം അവിടെ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പണ്ടൊരു 18 years കഴിഞ്ഞ ജന്മം ഒരു 7 years മുന്നേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് നിന്ന് ആ വെള്ളത്തിലേക്ക് നോക്കി. ഈ മരം ഉണ്ടായിരുന്നോ? ഈ മരം ഉണ്ടായിരുന്നാണ് എന്റെ വിശ്വാസം. ഈ മറിഞ്ഞിറക്കണ മരം ഉണ്ടോന്നോ അതൊക്കെ എനിക്ക് ഒന്നോടെ ഒന്ന് കൺഫേം ചെയ്യണം. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ ഞങ്ങൾ ആക്ച്വലി കൃത്യം എനിക്കറിയില്ല, കൃത്യം ഞാൻ ഒന്നോടെ നോക്കിയിട്ട് അടിയിൽ മെൻഷൻ ചെയ്യാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 years മുന്നേ ഞങ്ങൾ ഇതേ സ്ഥലത്ത് റിക്കറ്റ്സ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്കില് ഇതേ ലൊക്കേഷനിൽ വന്ന് അന്ന് ഞാനും അക്കു മാത്രമേ ഉള്ളൂ. അന്ന് 2 പിള്ളേരും ഇല്ല. ഞങ്ങൾ വന്ന് ഇതുപോലെ 3 days ഞങ്ങൾ ക്യാമ്പ് ചെയ്ത്, 2 days ഇന്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 days ഞങ്ങൾ ക്യാമ്പൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അന്ന് നമ്മൾ ഇവിടെയൊക്കെ വന്നത് അത് ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ സ്വന്തം ഫോട്ടോഷൂട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ചായ കുടിക്കണു, ഇവിടെ വന്ന് ക്യാമ്പ് ഫയർ ഒക്കെ നടത്തണു. അതായിട്ട് ഇവിടെ ഈ സ്ഥലങ്ങളെ പോയി ശരിക്കും ഓർമ്മ വന്നേ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. ഞങ്ങൾ ഇവിടെ 7 വാട്ടർഫാൾസ് ഉണ്ട്. 7 കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല. 10 ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒറ്റ ട്രെയിനിൽ തന്നെ. അപ്പൊ ഞങ്ങള് ആക്ച്വലി ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 2 hours 15 minutes എങ്ങാണ്ടുണ്ട്. സത്യം എന്താ, ഞങ്ങളുടെ അവിടെ ഓൾമോസ്റ്റ് ഒരു 1.5 hour പോക്കണോസിലേക്ക് ഉള്ളൂ. പോക്കണോസിൽ ഇതുവരെ ക്യാമ്പ് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാ. പക്ഷെ അന്ന് നമുക്ക് ഈ ഹൈക്ക് ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് വന്നത് കാരണമാണ് അന്ന് ഈ ലൊക്കേഷൻ പോയി ചൂസ് ചെയ്തത്. പിന്നെ ഈ ലൊക്കേഷൻ പരിചയം ഉണ്ടല്ലോ എന്ന് ഓർത്താണ് ഈ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടി, 2 മണിക്കൂർ എല്ലാവർക്കും വലിയ ദൂരം ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല ദൂരം താണ്ടി ഞങ്ങൾ വന്നത്. പക്ഷേ ഹൈക്കിംഗ് നടന്നില്ല. പക്ഷെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ പാക്കപ്പ് ചെയ്യണ കാരണം സങ്കടത്തിലാണ് ഈ പച്ചിരിക്കണത്. അവന് വീട്ടിൽ പോകണ്ടെന്നാ പറയണേ. അവന് എന്നും ഇങ്ങനെ ക്യാമ്പ് ചെയ്തോണ്ടിരുന്നാ മതി. ഇപ്പൊ കരയല്ലേ, നമുക്ക് ഇനി വരാന്നേ. വീഡിയോയിൽ ഇപ്പൊ കരയണ ഒരു വേറെ ഡോറ് തുറക്കണോ? പുറത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ അതാ പറ, അകത്ത് നല്ല ചൂടാ. ഇത് തുറന്നിട്ടാ മതിയായിരുന്നു. ചൂടുന്നൊരു ശമനം കിട്ടിയാൽ. ഇത് നെറ്റ് ഉണ്ട് അവിടെ. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ പോലെ ജന്തുക്കൾ ആ നെറ്റിലൊന്നും തൊട്ടേ സാരില്ല. നെറ്റ് ഉള്ള കാരണം നമുക്ക് ആക്ച്വലി വെന്റിലേഷനും ആയി. എന്നാ ഈ പറഞ്ഞ പോലെ ബേറോ എന്നാനോ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം 3 o'clock വരെ സമയമുള്ളൂ. അപ്പൊ ആ 3 o'clock ഇതൊക്കെ ഉറങ്ങച്ചാ 3 o'clock ആവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതുവരെ ഞങ്ങൾ ഓർത്ത് കുറച്ച് ഇവിടെയൊക്കെ കിടന്ന് കുറച്ച് സുഖിച്ച് നമ്മളൊരു കുറച്ച് സിനിമയൊക്കെ കണ്ട് റിലാക്സ് ചെയ്തൊക്കെ നോക്കി. ഇത് കളേഴ്സ് നോക്കി, ഗ്രേ അല്ല ബ്ലാക്ക്, ഗ്രേ ബ്ലാക്ക്. അത് അവിചാരിതമാണ്. ഞാനിത് ഇന്ന് മാറ്റാൻ ഉദ്ദേശിച്ച ഡ്രസ്സാ. അയ്യോ ചേട്ടനെ ടെന്റൊക്കെ എടുത്ത് വെക്കണത്.